എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ നിന്നും, അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രം മാറിക്കിടക്കുന്ന 5 ഏക്കർ സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നല്ല വീതി കൂടിയ ടോറസൊക്കെ പോകുന്ന നല്ല വീതി കൂടിയ ഫ്രണ്ടേജ് വരുന്ന റോഡ്, അങ്ങേയറ്റം കാണുന്ന ആ മതിൽ തൊട്ട് നമുക്ക് ഈ മതിൽ അങ്ങേയറ്റം വരെ, ഇനി ഇതിൽ നിന്ന് പോയിട്ട് നേരെ അങ്ങേയറ്റത്ത് കാണുന്ന ആ വൈറ്റ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കണ്ടോ, അവിടം വരെയാണ് നമുക്ക് ഏരിയ വരുന്നത്. 5 ഏക്കർ സ്ഥലം, മൊത്തം അടിപൊളി ഏരിയ ആണ് വരുന്നത്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് പൈനാപ്പിൾ കൃഷി കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ തന്നെ റംബൂട്ടാൻ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റംബൂട്ടാൻ ഇപ്പോൾ ഓൾറെഡി വളർന്നു വരുന്ന ഏരിയയാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കിത് ഏരിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കമ്പനികളോ അതല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റ് വർക്കുകളോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ തുടങ്ങാൻ പറ്റുന്ന അടിപൊളി ഏരിയകളിൽ ഒന്നാണ്. കാരണം വേറൊന്നുമില്ല, നമുക്ക് ഈ ഏരിയ വരുന്നത് ഞാൻ പറഞ്ഞു വേറെ 7 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അങ്കമാലി ടൗണിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമാണ് അങ്കമാലി ടൗണിലേക്ക് വരുന്നത്. കാലടിയിലേക്കാണെങ്കിൽ വരുന്നത് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രമാണ് കാലടിയിലേക്ക് വരുന്നത്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടി അടുത്ത് വരുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് വരുന്നത്. ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന നല്ല വഴി സൗകര്യങ്ങളോട് കൂടി വരുന്ന രീതിയിലുള്ള പ്ലോട്ടാണ്. നിരപ്പായ സ്ഥലമാണ് വരുന്നത്. എന്നാൽ 2012 വെള്ളം കയറാത്ത ഏരിയകളിൽ ഒന്നാണ്. റോഡ് സൗകര്യം നോക്കിയെന്ന് നേരത്തെ പറഞ്ഞു, ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് തന്നെ നല്ല അടിപൊളി നല്ല വീതിയുള്ള ടോറസ് പോകുന്ന റോഡാണ് വരുന്നത്. ഈ റോഡ് നേരെ MC റോഡിലേക്കാണ് വന്നു ചേർന്നത്. നമ്മുടെ അങ്കമാലി കാലടി അല്ലെങ്കിൽ അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ പോകുന്ന മെയിൻ MC റോഡിൽ നിന്ന് വരുന്ന റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിയാൽ തന്നെ തൊട്ടടുത്താണ് ഈ ശ്രീ ശങ്കര കോളേജ് വരുന്നുണ്ട്, ശ്രീ ശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നുണ്ട്, ശ്രീ ശാരദ സൈനിക സ്കൂൾ. ഇതെല്ലാം തന്നെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനി അതുപോലെ തന്നെ വിശ്വജ്യോതി സ്കൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൻറ്റ് പാട്രിക് സ്കൂൾ വരുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LF ഹോസ്പിറ്റൽ, അഡ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്ന നല്ല പ്ലോട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ബാക്കിയെല്ലാം നേരിൽ കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലൊരു പ്ലോട്ട് വളരെ വിരളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇത്രയും ടൗണിനോട് NH-നോടും MC റോഡിനോടും അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന 5 ഏക്കർ സ്ഥലമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്ലോട്ട് ഈ ഏരിയയിൽ കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ പാർട്ടി ഇതിന് ചോദിക്കുന്ന എമൗണ്ട് 4 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത്. അത് വലിയൊരു എമൗണ്ട് അല്ല. എയർപോർട്ടിൻ്റെയൊക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഒരു നോർമൽ റേറ്റാണ് പാർട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, 5 ഏക്കർ മൊത്തം ചുറ്റും മതിലും കാര്യങ്ങളും കെട്ടിയാണ് ഈ കോമ്പൗണ്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂടാതെ തന്നെ ഇതുപോലെ വില്ലകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും, കമേഴ്ഷ്യലാണെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking